check it out, yo. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മുഖ്യമന്ത്രിയെ അസഭ്യം പറഞ്ഞതിന് കേസ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്തിനെതിരെയാണ് കേസ്. സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് നോക്കി മൈക്രോഫോണിലൂടെയാണ് അസഭ്യവർഷം നടത്തിയത്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? മരിച്ചുപോയ അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത്? ആരെങ്കിലും നമ്മുടെ തലയെ കയറാൻ വന്നാൽ കുറിപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും. ഇത് ഇപ്പോൾ മുഴുവൻ ബീപ് സൗണ്ട് ആണ് കേൾക്കാൻ, നമുക്ക് കേൾപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഈ അസഭ്യ സൗണ്ട് ഒട്ടും കേൾപ്പിക്കാൻ പറ്റില്ല. അത്രയും അസഭ്യം നിറഞ്ഞ വാചകങ്ങളാണ് ശ്രീജിത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ശ്രീജിത്തിനെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കടന്നുപോയവർ എല്ലാവരും ഒരിക്കലെങ്കിലും ശ്രീജിത്തിനെ കണ്ടിട്ടുണ്ടാകും. ശ്രീജിത്ത് അവിടെ വർഷങ്ങളായി ഇരിക്കുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പോഴൊക്കെ അമർഷം നിറഞ്ഞ പ്രതികരണങ്ങൾ ഇതുപോലെ മൈക്രോഫോണിലൂടെ റോഡിലേക്ക് നോക്കി ശ്രീജിത്ത് വിളിച്ചു പറയാറുണ്ട്. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? അത് നേരെ തിരിഞ്ഞു. സെക്രട്ടേറിയറ്റ് വളപ്പിലേക്കാണ് ശ്രീജിത്ത് തിരിഞ്ഞത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയാണ്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ടുള്ള വാക്പ്രയോഗങ്ങളായിരുന്നു അയാളുടെ ആ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങേണ്ട കുറച്ചു കാലത്തേക്ക് ഇപ്പോൾ പോലീസ്, അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുസ്ഥലത്ത് അസഭ്യം പറഞ്ഞതിന്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. Check it out, yo.